പ്രവാസലോകത്തെ വാർത്തകൾ. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി താൽക്കാലികമായി അടച്ച കിങ് ഫഹദ് കോസ്വേയിൽ ഗതാഗതം പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായായിരുന്നു കോസ്വേ താൽക്കാലികമായി അടച്ചത്. ബഹ്റൈനെ അറേബ്യൻ ഉപദ്വീപുമായും സൗദി അറേബ്യയുമായും കരമാർഗം ബന്ധിപ്പിക്കുന്ന ഏക പാതയാണ് 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള കിങ് ഫഹദ് കോസ്വേ. ഇറാനിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയെ തുടർന്നായിരുന്നു ഇന്നു പുലർച്ചെ പാതയടച്ചത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം കോസ്വേ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചതായി കോസ്വേ അതോറിറ്റി അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ ഉണ്ടായേക്കാവുന്ന ആക്രമണ സാധ്യതകളെക്കുറിച്ച് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമായെന്നും അപകട സാധ്യത ഒഴിഞ്ഞുവെന്നും വ്യക്തമാക്കുന്ന പുതിയ സന്ദേശം അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാസേന. കിഴക്കൻ പ്രവിശ്യയെയും റിയാദിനെയും ലക്ഷ്യമിട്ടെത്തിയ 900-ലധികം ഡ്രോണുകളും 100ഓളം മിസൈലുകളും സൗദി പ്രതിരോധ സേന ഇതിനോടകം വിജയകരമായി തകർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മക്ക മേഖലയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫുഡ് ട്രക്കുകൾ പിടിച്ചെടുക്കാൻ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി. പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടതോ പാർക്ക് ചെയ്തതോ ആയ ട്രക്കുകൾ 72 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ നിർദ്ദേശം. നഗരത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും ശുചിത്വവും സൗന്ദര്യവും ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നീക്കം. മക്ക മേഖലയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫുഡ് ട്രക്കുകൾ പിടിച്ചെടുക്കും. റോഡരികിലും നടപ്പാതകളിലും പൊതുസൗകര്യങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടതോ പാർക്ക് ചെയ്തതോ ആയ ട്രക്കുകൾ 72 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് ഉടമകൾക്ക് ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കുമെന്നും പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഫുഡ് ട്രക്ക് രംഗത്ത് കൃത്യമായ അച്ചടക്കം കൊണ്ടുവരാനും നിയമപരമായി ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് സുരക്ഷിതമായ ബിസിനസ് സാഹചര്യം ഒരുക്കാനുമാണ് നഗരസഭ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരത്തിലെ റോഡുകൾ, പാർക്കുകൾ, നടപ്പാതകൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ അനിയന്ത്രിതമായി കയ്യേറുന്നത് തടയാനും നടപടിയിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.